ഈ കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തില് ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിനെതിരെ ചെറിയ ക്രിസ്ത്യാനികൾക്കിടയിൽ ചെറിയ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. അപ്പോ എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണം ജോൺസാണ് തോന്നുന്നത്? ഇതില് ക്രൈസ്തവർ കൂടുതൽ വായിക്കുന്ന പത്രമാണ് മലയാള മനോരമ, അതോടൊപ്പം തന്നെ ദീപിക. ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കൂടുതൽ ദീപികയുടെ എഡിറ്റോറിയൽ അല്ലെങ്കിൽ ദീപിക എടുക്കുന്ന പല നിലപാടുകൾക്കും എന്താ പറയുക എതിരായി നിൽക്കുന്നൊരു നിലപാട് പോലെയാണ് മനോരമയിൽ പല ഇതുകളും വരുന്നത്, പല വാർത്തകളും. ഉദാഹരണമായിട്ട് നമ്മൾ മുനമ്പത്ത് വഖഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പിന്നെ ഈ ഹമാസ് മറ്റേ പാലസ്തീൻ ഇസ്രായേൽ വിഷയങ്ങളിൽ, പിന്നെ ആഗോള വ്യാപകമായിട്ട് പല സ്ഥലങ്ങളിലും മറ്റേ യൂറോപ്പിൽ അല്ലെങ്കിൽ ആഫ്രിക്കയിൽ പിന്നെ ഭീകരാക്രമണങ്ങളുള്ള വിഷയങ്ങൾ, അങ്ങനെ പല വാർത്തകളിൽ ദീപിക വായിക്കുന്ന ആളുകൾ, ദീപികയിൽ വരുന്ന എഡിറ്റോറിയൽ ദീപികയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ മനോരമ പല വാർത്തകളും എന്താ പറയുക സത്യസന്ധമായിട്ട് കൊടുക്കുന്നില്ല എന്നൊരു ധാരണ കുറേ നാളുകളായിട്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഒരു ഇതിപ്പോൾ ഈ വിഷയത്തിൽ ഇതിനെ ചൊല്ലിയൊരു ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റില്ല. കുറച്ച് നാളുകളായി ഈ ദീപിക പത്രം ക്രൈസ്തവരുടെ ഇടയിൽ വളരെ അവർ സാധാരണഗതിയിൽ എന്താ പറയുക ഈ കണ്ടമാനം പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു പത്രമല്ല ദീപിക. പക്ഷേ സത്യസന്ധമായിട്ട് വാർത്തകൾ കൊടുക്കുന്നൊരു പത്രമാണെന്നൊരു ധാരണ ദീപികയുണ്ട്. പിന്നെ ദീപികയുടെ എഡിറ്റോറിയലൊക്കെ എപ്പോഴും വളരെ ചർച്ച ചെയ്യപ്പെടുന്നൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിൽ മനോരമ എന്ന് പറയുമ്പോൾ ശരിക്കും സത്യസന്ധമായി എല്ലാ വാർത്തകൾ കൊടുക്കുന്നതെന്നൊരു ധാരണ ക്രൈസ്തവരുടെ ഇടയിൽ കുറച്ച് കാലങ്ങളായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പരസ്യമായിട്ട് അവർക്ക് എതിർക്കാനായിട്ട് ഒരു കാരണം കിട്ടാനായിട്ട് കാത്തു നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് പലരുടെയും മനസ്സിൽ. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ വന്ന ആ വാർത്ത പല ആളുകളിലും ഒറ്റയടിക്ക് മനോരമയ്ക്കെതിരെ ഒരു വികാരം അടിത്തട്ടിൽ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആളി കത്താനായിട്ട് പത്രം കത്തിക്കാനും ഇത്രയധികം ഈ വാർത്ത സ്പ്രെഡാവാനും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ അത് വളരെയധികം ഇതായിട്ട് വരാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകളായി മനോരമയിലെ പല വാർത്തകൾക്കും വിശ്വാസ്യത ഇല്ലാത്ത രീതിയിലുള്ള ഒരവസ്ഥ ക്രൈസ്തവരുടെ ഇടയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ഒരു തെളിവാണ്. ഇത് മനോരമ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർക്ക് നല്ലത്. കാരണം അവർ റേറ്റിങ്ങിന് വേണ്ടി ഏതടവും പയറ്റുന്നൊരു പത്രമാണെന്ന്. കാരണം താപ്പും തരത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ അവർ വാർത്തകൾ കൊടുക്കുകയും വാർത്ത ചമിക്കും ചെയ്യുന്നൊരു പത്രമാണെന്നൊരു ധാരണ മനോരമയെ പറ്റി എല്ലാ കാലഘട്ടത്തിലും ഉണ്ടെന്ന്. പക്ഷേ ക്രൈസ്തവരെ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ ക്രൈസ്തവർ വായിക്കുന്നൊരു പത്രമായ മനോരമ ക്രൈസ്തവർക്ക് അനുകൂലമല്ലാത്ത രീതിയിലുള്ള വാർത്തകൾ സ്ഥിരമായി വരുന്നു, ക്രൈസ്തവ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പോകുന്നു എന്നൊരു തോന്നൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെയധികം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അവസ്ഥയിലായിരിക്കണം ഒരു പക്ഷേ ഈ മനോരമ പത്രം കത്തിക്കാനും ആ വിഷയം വളരെ സോഷ്യൽ മീഡിയയിലേക്ക് ചർച്ചയായിട്ട് വരാനുണ്ടായ കാരണം. ഇത് മനോരമ ഒരു പക്ഷെ ശ്രദ്ധിക്കുമായിരിക്കാം. അതല്ലെങ്കിൽ ക്രൈസ്തവരേക്കാൾ കൂടുതൽ ഈ പത്രം അവർ ഏതെങ്കിലും മറ്റുള്ള ആളുകൾ ക്രൈസ്തവ വിരുദ്ധരായ ആളുകൾ വാങ്ങിക്കാനായിട്ട് തയ്യാറായി കൂടുതൽ ആളുകൾ വരിക്കാരായിട്ട് വരാനുള്ള സാധ്യതയില്ലെങ്കിൽ ഒരു പക്ഷേ മനോരമ ഈ നില തന്നെ തുടർന്നേക്കാം. എന്തായാലും മനോരമയെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക ഇത്രയും കാലം ഉണ്ടായിരുന്ന അവരുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുള്ള പോലെയാണ് ക്രൈസ്തവരുടെ ഇടയിൽ. മറ്റ് സമുദായത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഇത്രയധികം ജനശ്രദ്ധ വരാനും കാരണം ഈ മനോരമ പത്രം കത്തിരിക്കാനുള്ള കാരണം എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ.